ശ്രീ BRM ഷഫീർ, ഇവിടെ ഇവിടെ ഈ പറയുന്ന രീതിയിൽ കീസൺ എന്ന് പറയുന്ന ഒരു PR ഏജൻസി മുഖ്യമന്ത്രിക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അങ്ങനെ ഇപ്പം സ്വാഭാവികമായി ആലോചിച്ചതിന് നാടിൻ്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് ഒരു അഭിമുഖം നൽകണം എന്ന് പറഞ്ഞാൽ ഓടി വരില്ലേ? ഹിന്ദുവിൻ്റെ പത്രാധിപർ ഓടി വരില്ലേ? ആരാണ് ഓടി വരാത്തത്? അപ്പോൾ അതിനിടയിൽ ഈ പറഞ്ഞ ഒരു PR ഏജൻസിയുടെ കാര്യമില്ല. അങ്ങനെ ഒരു PR ഏജൻസി മുഖ്യമന്ത്രിക്കില്ല. ഹിന്ദു പറയുന്ന അവരുടെ വെർഷനാണ് ഇത്തരത്തിലൊരു ഏജൻസി രണ്ടുപേരെന്ന് പറഞ്ഞു, അങ്ങനെ കൊടുത്തു, അതിനവർ മാപ്പ് അപേക്ഷിച്ചു. പ്രശ്നം പരിഹരിക്കപ്പെട്ടോ BRM? അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്കൊരു PR ഏജൻസി ഇല്ല. ഹിന്ദു ദിനപത്രം ഞങ്ങൾക്ക് ഈ വാർത്ത അഡീഷണലായിട്ട് ചേർത്തത് PR ഏജൻസി തന്നതാണ്, ഞങ്ങൾ അഡീഷണലായി ചേർത്തത് എന്നാണല്ലോ ഹിന്ദുവിൻ്റെ വിശദീകരണം. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയായ കൈസനാണ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ എഴുതി തന്നത്. രണ്ട് കാര്യങ്ങൾ അതിനകത്ത് വ്യക്തം. മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ട്, അതിൻ്റെ പേര് കെയ്സൻ എന്നാണ്. മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ ഈ അഭിമുഖം കൊടുക്കുന്നത് ഡൽഹിയിൽ വെച്ചാണ്. സാന്നിധ്യം എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ അതിനകത്ത് സാന്നിധ്യം വഹിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ദി ഹിന്ദു പത്രവുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു വിനീത് പാണ്ഡെ എന്ന് പറയപ്പെടുന്ന കെയ്സന്റെ CEO ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം, വിനീത് പാണ്ഡെ മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്നയാൾ. രണ്ടാമത്തെ ആൾ റിലയൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യം എന്ന് പറയപ്പെടുന്ന ആളാണ്. അവർ എഴുതി തരാൻ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവർ കൂട്ടിച്ചേർക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്നതാണ്, ഞങ്ങൾ കൊടുത്തത്. എന്നിട്ട് കൂടുതൽ ഇങ്ങനെയും കൂടെ പറഞ്ഞു, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 21-ാം തീയതി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തിനെ കുറിച്ചും സ്വർണം ഹവാലയെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചുമെല്ലാം എന്തു പറഞ്ഞോ, എന്ത് വിശദീകരിച്ചോ, അത് തന്നെയാണ്, അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ഇതിൽ കൂടി ചേർക്കേണ്ടത് എന്ന് തന്നെയാണല്ലോ ദി ഹിന്ദു പത്രം പറഞ്ഞത്. ദി ഹിന്ദു കുറെ കാലം ആയി, റാമിൻ്റെ കാലഘട്ടം മുതൽ ഇടതുപക്ഷവുമായിട്ട് ഏറ്റവും അടുപ്പത്തിൽ പ്രവർത്തിക്കുന്ന, പ്രകാശ് കാരാട്ടുമായി അടുപ്പത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രസ്ഥാപനമാണല്ലോ. ഇവിടെ റഹീം പറഞ്ഞത് പച്ച കള്ളമല്ലേ? ഒന്ന് PR ഏജൻസി ഇല്ല എന്ന കള്ളം പറഞ്ഞു. റഹീമെ, ഒരു കാര്യം, നിങ്ങൾ എത്ര കള്ളം പറഞ്ഞാലും അതിന് ഇനി വെളുപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എന്താണ് സമ്മതിക്കേണ്ടത്? നരേന്ദ്രമോദിക്ക് വേണ്ടി 2018 മുതൽ 2024 വരെ നിരന്തരം PR ഏജൻസി നടത്തിയിരിക്കുന്ന സ്ഥാപനമാണ് കെയ്സൻ. ആ കെയ്സനാണ് നരേന്ദ്രമോദിയുടെ PR ഏജൻസിയായ കെയ്സൻ. എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ PR ഏജൻസിയാണെന്ന് ദി ഹിന്ദു പത്രം പറയുക? ദി ഹിന്ദു പത്രം അങ്ങോട്ട് വന്നിട്ട് അല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങൊരു ഇന്റർവ്യൂ തരണം എന്ന് പറഞ്ഞതല്ലോ. എന്താ ദി ഹിന്ദു പത്രം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ PR ഏജൻസിയായ കെയ്സൻ, അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ആളും റിലയൻസിൽ ജോലി ചെയ്യുന്നയാളും രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിന് പ്രകാരം, ഇങ്ങോട്ട് പറഞ്ഞതിന് പ്രകാരമാണ് ഇന്റർവ്യൂവിലേക്ക് ഞങ്ങൾ പോയത്. അല്ല, ഞങ്ങൾ അങ്ങോട്ട് പോയതല്ല, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അപ്പൊ പച്ച കള്ളമല്ലേ റഹീമോടെ പറഞ്ഞത്? ഇനി അതിനകത്ത് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പ്രശ്നം, നരേന്ദ്രമോദിയുടെ PR ഏജൻസിയും പിണറായി വിജയന്റെ PR ഏജൻസിയും ഒന്നാവുന്നതിൽ തർക്കമില്ല. കാരണം നരേന്ദ്രമോദിയുടെ RSS ലൈൻ തന്നെയാണല്ലോ ബഹുമാനായ ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ കുറെ കാലമായി ഇവിടെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബിനോയ് വിശ്വത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ബിനോയ് വിശ്വം കണ്ടു, അതിലൊന്നും ഒരു കാര്യമില്ല. RSSന്റെ മേധാവിയോ ഉപമേധാവി ഹൊസബലയോ അജിത്തിനെ മാറ്റാൻ പറഞ്ഞാൽ ആ മിനിറ്റിൽ മാറ്റും. മാറ്റണ്ട എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകും. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നോക്ക്, പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. റഹീമിൻ്റെയും എൻ്റെയൊക്കെ നാട് അടുത്തടുത്താണ്. അവിടെ കേൾക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ മനസ്സില്ല, മുതലാളിത്തമേ നിന്റെ മുമ്പിൽ മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് മുദ്രാവാക്യം വിളിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പാർട്ടിയുടെ CPMന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ദി ഹിന്ദു പത്രത്തിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ റിലയൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നു. അയാളുടെ പേര് സുബ്രഹ്മണ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവർക്കൊക്കെ എന്ത് അന്തസ്സുണ്ട്? കുറെ പാവപ്പെട്ട തൊഴിലാളികളെയും ചുവട്ട് തൊഴിലാളികളെയും വിളിച്ചു വരുത്തി കുത്തകൾക്കെതിരായി, കൊക്കക്കോളയ്ക്കെതിരായി, അമേരിക്കക്കെതിരായി, ബൂർഷോകൾക്കെതിരായി സമരം നടത്തിയ ഒരു പാർട്ടിയാണ് റിലയൻസിന്റെ ആളിനെ പിടിച്ചിരുത്തി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് ചെയ്തത്. ഇത് തീർന്നില്ല. ഈ കേസിന്റെ ദക്ഷിണ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റർ ആരെന്നറിയോ? ദക്ഷിണ കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അത് SK പ്രിയദർശിനിയാണ്. ആരാ SK പ്രിയദർശിനി? അത് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടേണ്ടത്. SK പ്രിയദർശിനി എന്ന് പറയപ്പെടുന്ന കേസിന്റെ ദക്ഷിണ കേരളത്തിലെ മേധാവി
കഴിഞ്ഞ 4 കൊല്ലമായി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്ന മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ PR വർക്കുകൾ ചെയ്തിരുന്ന, അവരുമായിട്ട് വളരെ അടുപ്പമുള്ള പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയയും EP ജയരാജന്റെ വൈദേഹവും തമ്മിൽ കച്ചവട സ്ഥാപനത്തിലേക്കൊക്കെ പോയതിന്റെ പുറകിൽ ഇങ്ങനെയുള്ള ചില ലിങ്കുകളുണ്ട്. ജാവദേക്കർ EP ജയരാജനെ കാണുകയും പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തതിന്റെ പുറകിലും ഈ പറയപ്പെടുന്ന ചില ബന്ധങ്ങളുണ്ട്. ഹാഷ്മി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ഇന്റർവ്യൂവിനെ തന്നെ അങ്ങ് പാടെ നിഷേധിച്ചോ. പക്ഷേ 21-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറത്തെ സംബന്ധിച്ച് ഞാൻ സംഘടനയാണ് മലപ്പുറമെങ്കിൽ എത്ര കേസെടുത്തു, ഏത് സംഘടന?